ഹലോ ഗൈസ്, നാളെ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ്. അപ്പൊ നാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് തന്നെ അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ്. അങ്ങനെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ ആണെങ്കിലോ തിരക്കോടെ തിരക്ക്. അങ്ങനെ ബസ് കയറി വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയി. അങ്ങനെ വീടെത്തിയ ഉടനെ ഫ്രഷ് ആയിട്ട് മൈലാഞ്ചി ഇട്ട് നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ആക്കി വെച്ചു. അങ്ങനെ നമ്മൾ രാവിലെ ആയപ്പോൾ റെഡി ആയി കല്യാണത്തിന് പോകും. ഞാനും എന്റെ ഫ്രണ്ടൂടെ ആയിരുന്നേ പോയത്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഗൈസ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുവിധം വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ പറയണ്ടല്ലോ, നേരെ ഫുഡ് സെക്ഷനിലേക്ക്. അങ്ങനെ നമ്മളെല്ലാം വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ കല്യാണമല്ലേ. ഇതാണ് നമ്മുടെ മണവാട്ടി പെണ്ണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം കാണാൻ പറ്റി. ഇവരിൽ പലരെയും പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങി ഗൈസ്. എന്താണെന്നല്ലേ, ഫോട്ടോ എടുപ്പ് തന്നെ. സത്യം പറഞ്ഞാൽ ഇവരിൽ പലരും എന്റെ വ്ലോഗ് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ താണ്ട് കല്യാണം പൊടി പിടിക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ നല്ല സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ ആരുടെ ആയിരിക്കും ആദ്യം കല്യാണം. അങ്ങനെ നമ്മുടെ സുബാടെ കല്യാണവും കഴിഞ്ഞു ഗൈസ്. അവരുടേതൊരു കൊല്ലം മലപ്പുറം ലവ് സ്റ്റോറിയാണ്. മാഷാഅല്ലാഹ്, നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേരെയും കാണാൻ. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അതിനുശേഷം ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഉഷാറായി. പിന്നീട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു അംഗത്തിനുള്ള ആള് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ടൈം എത്തി. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ബൈ ബൈ പറഞ്ഞ് പിരിയുകയാണ് ഗൈസ്. ഈ സമയവും കാലവും ഒക്കെ എത്ര പെട്ടെന്നാണല്ലേ പോണത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.